നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല പഴുത്ത ചക്ക അരച്ച് വെച്ചതാണ് കേട്ടോ. മിക്സിയിലിട്ട് നന്നായി അടിച്ച് വെച്ചതാണ്. പിന്നെ നാളികേരം ചിരകി വെച്ചത്, ശർക്കരയില്ലേ അത് നന്നായി ഉരുക്കി അരിച്ച് വെച്ചതാണ്. പിന്നെ 1 കപ്പ് അരിപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോവാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാന് വെച്ച് കൊടുക്കാം. നന്നായി ചൂടായി വരട്ടെ. പാന് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചക്ക അരച്ച് വെച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി യോജിച്ച് വരണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തിളയ്ക്കാൻ വെച്ച വെള്ളം നന്നായി തിള വരുന്നുണ്ട്. നമുക്ക് മാവിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മാവ് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഓഫാക്കിയിട്ട് കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കാം. ഇരിക്കട്ടെ, ചൂടാറട്ടെ. ഇവിടെ നമ്മുടെ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് വറ്റി വരണം കേട്ടോ. ഇതൊന്നുകൂടെ നന്നായി തിക്കാവട്ടെ. ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ആക്കാം. ഇതിപ്പോൾ നന്നായി കട്ടിയായിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? നന്നായി വിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൈ തന്നെ വെച്ച് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നമുക്ക് ചെറിയ ചെറിയ ബൗൾസായിട്ട് ഉരുട്ടി മാറ്റാം.
ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടി മാറ്റാം. മാവ് ഉരുട്ടി നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ അടച്ച് ഒരു ബോളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ഞാൻ ഇതിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി ആവി കയറ്റി വേവിച്ചെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇഡ്ഡലി പാത്രം അടിയിൽ തട്ട് വെച്ച് അതിൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ച് അതിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതിനെല്ലാം എടുത്ത് അതിൽ വയ്ക്കാം, വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് 10-15 മിനിറ്റ് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇപ്പോൾ എടുക്കരുത് കേട്ടോ, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് ആയിട്ടുണ്ട്. ഇവിടെ ഇതാ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയുണ്ട് സ്നാക്സ്? നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമുക്ക് ഇലയുടെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നമുക്കിവിടെ വാഴയിലയും ഇലകളൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തെന്ന് മാത്രം. Okay, bye.